CJP ആക്രമണത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കും. CJP ആക്രമണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ്, കൊണാട്ട് പ്ലേസ്, മറ്റു പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതോടെ പ്രതിഷേധത്തിന് പിന്നിൽ നിന്ന് ചരടു വലിച്ച വമ്പന്മാർ കുടുങ്ങും. പലതിലും ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം, പൊതുസ്വത്തിന് നാശനഷ്ടം തടയൽ നിയമം എന്നിവയുടെ ഒന്നിലധികം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൊണാട്ട് പ്ലേസിലെ റീഗൽ സിനിമയ്ക്ക് സമീപം നടന്ന അക്രമവും കല്ലേറുമായി ബന്ധപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, പാർലമെന്റ് സമ്മേളനത്തിനിടെ അനധികൃതമായി ഡ്രോൺ പറത്തൽ, ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത്. ആക്രമണം, നിയമം കയ്യിലെടുക്കൽ, മറ്റ് അനുബന്ധ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് സ്ട്രീറ്റ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത FIR BNS സെക്ഷൻ 223, സെക്ഷൻ 221, സെക്ഷൻ 132, സെക്ഷൻ 121, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം, അക്രമം എന്നിവ കൈകാര്യം ചെയ്യുന്ന 189, 190, 191, 192 വകുപ്പുകൾ, ഉദ്ദേശവുമായി ബന്ധപ്പെട്ട 324, 109, 125 3 വകുപ്പുകൾ, ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ചുള്ള 61 വകുപ്പുകൾ, പൊതുസ്വത്തിന് നാശനഷ്ടം തടയൽ എന്നീ നിയമത്തിലെ വ്യവസ്ഥകളും FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. FIR പ്രകാരം പ്രതികൾ നിയമവിരുദ്ധമായി സംഘം ചേർന്നു പൊതുക്രമം തടസ്സപ്പെടുത്തി, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞു, അക്രമത്തിൽ ഏർപ്പെട്ടു, പൊതുസ്വത്തിന് നാശനഷ്ടം വരുത്തി, പ്രതിഷേധത്തിനിടെ പ്രതിഷേധക്കാർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞു, പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന നിരവധി പോലീസ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി തുടങ്ങിയ ഒട്ടേറെ കുറ്റങ്ങൾ ചുമത്തും. അക്രമത്തിൽ ഉൾപ്പെട്ടവരെ തിരിച്ചറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ CCTV ദൃശ്യങ്ങൾ, ഡ്രോൺ ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ വീഡിയോകൾ, മറ്റ് ഇലക്ട്രോണിക് തെളിവുകൾ എന്നിവ പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ഉള്ളടക്കവും മറ്റ് ഡിജിറ്റൽ മെറ്റീരിയലുകളും അവർ വിശകലനം ചെയ്യുന്നുണ്ടെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞത്. പാർലമെന്റ് സമ്മേളനത്തിനിടെ ദില്ലി ജില്ലയിൽ ഡ്രോൺ അനധികൃതമായി പറത്തിയതുമായി ബന്ധപ്പെട്ടും അക്രമത്തിന് പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടും FIR രജിസ്റ്റർ ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയായിരുന്നു. ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിച്ചു വരികയാണെന്നും ബാധകമായ ഡ്രോൺ ചട്ടങ്ങളുടെ ലംഘനങ്ങൾ പരിശോധിക്കുകയാണെന്നും ദില്ലി പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിവെച്ച സമരം ജന്തർ മന്ദറിൽ തുടരുകയാണ്. ജന്തർ മന്ദറിൽ ഒഴികെ മറ്റൊരിടത്തും ഒത്തുകൂടാൻ ആഹ്വാനം നൽകിയിട്ടില്ലെന്ന് അഭിജിത് ദീപ്കെ വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടക്കുന്നത് സമാധാനപരമായ സമരം. ചില ഗുണ്ടകൾ ദില്ലിയിലെ പലയിടത്തും ഒത്തുകൂടി ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നുണ്ടെന്നും ഇവരുമായി CJPക്ക് ബന്ധമില്ലെന്നും ദീപ്കെ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ദില്ലിയിൽ പോലീസും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്ത രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് വലിച്ചിഴച്ചതോടെ പ്രതിഷേധം ശക്തി ആർജിച്ചിരിക്കുകയായിരുന്നു. പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിനിടെ പാർലമെന്റ് ഇന്ന് പ്രക്ഷുബ്ധമാകും. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ലോക്സഭയും രാജ്യസഭയും സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. പരീക്ഷാ വീഴ്ചയിലും പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസ് നടപടികളും പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. സർക്കാർ വഴങ്ങിയില്ലെങ്കിൽ സമരം ഇന്നും പാർലമെന്റിന് പുറത്തേക്ക് നീണ്ടേക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.